ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം തന്നെ നാളത്തെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ടെക്നിക്കൽ വ്യൂ ആൻഡ് കുറച്ച് നല്ല ഇൻട്രാഡേ സ്റ്റോക്സുകൾ. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 14,929 101 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 50,395 397 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 35,182 314 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 15,030 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 15,048. ഫ്ലാറ്റ് ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ് ടു 15,048. ഡേ ലോ വാസ് 14,745. 101 പോയിൻറ്റിൻ്റെ ലോസോട് കൂടിയിട്ട് 14,929 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ ഇല്ല, എന്നാൽ പോലും കുറച്ച് ഭംഗിയായിട്ട് ട്രേഡ് ചെയ്ത സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ JSW ടെക് മഹീന്ദ്ര, HCL ടെക്, ടാറ്റ സ്റ്റീൽ, SBI അങ്ങനെ കുറച്ച് സ്റ്റോക്സുകൾ മാത്രമാണ്. അതേസമയം 90% സ്റ്റോക്സും ഇന്ന് റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഹെവി ലോസ് വരുത്തിയിട്ടുള്ള സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, റിലയൻസ്, ബജാജ് ഫിനാൻസ്, ICIC ബാങ്ക്, HDFC ബാങ്ക്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 35,496 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 35,544. അതും ഒരു ഫ്ലാറ്റ് എന്ന് തന്നെ പറയാം. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ് ടു 35,544 ഓൺലി. ഡേ ലോ വാസ് 34,430. 314 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 35,182 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫോം ചെയ്തിട്ടുള്ളൊരു ബാരിഷ് ക്യാൻഡിൽ തന്നെയാണ്. ആൻഡ് ഇന്ന് ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാൻ കഴിഞ്ഞത് ഓൺലി SBI, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ. അതേസമയം ബാക്കി എല്ലാ സ്റ്റോക്കുകളും റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ മാർക്കറ്റ് ഫെല്ലാവാനുള്ള പ്രധാന കാരണം ഡെഫിനറ്റ്ലി ഹയർ ഗോൾഡ് പ്രൈസ്, ഇൻഫ്ലേഷൻ ആൻഡ് പാർഷ്യൽ ലോക്ക്ഡൗൺ. ഓക്കെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലോക്ക്ഡൗൺ നടക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും നമ്മളുടെ സെൻറ്റിമെൻറ്റിന് ഒരു നെഗറ്റീവ് മോഡ് കൊടുത്തു. സോ ഒരു ഹൈ സെൽ ഓഫ് ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. ആൻഡ് ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ഭയങ്കരമായിട്ട് നടന്നു വന്നു. സോ ഇന്നിപ്പോൾ ഗ്ലോബൽ ക്യൂസ് എല്ലാം ആക്ച്വലി മോർണിംഗ് ഒരു മിക്സ്ഡ് ആയിരുന്നു, ബട്ട് പോസിറ്റീവ് ബൈസ് ആയിരുന്നു. എല്ലാവരും ഇല്ലെങ്കിലും ഓക്കെ. ആൻഡ് ഈവൻ യൂറോപ്യൻ മാർക്കറ്റ് തുറന്നതിന് ശേഷമാണ് നമുക്ക് ഒരു പുൾ ബാക്ക് വന്നത് ആഫ്റ്റർ 130. ഓക്കെ, ആ ലാസ്റ്റ് കുറച്ച് കപ്പിൾ ഓഫ് അവേഴ്സിൽ മാത്രമാണ് നിഫ്റ്റി ഒന്ന് പുൾ ബാക്ക് ചെയ്തത്, അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു വേഴ്സ്റ്റ് രീതിയിലേക്ക് മാറിയാണ്. സോ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷേ നാളെയും മറ്റന്നാളും. കെയർഫുൾ ഗൈസ്. ആൻഡ് ഇതൊരു പ്രത്യേക ഒരു ലെസൺ കൂടിയാണ്. ബിക്കോസ് നമ്മളെല്ലാവരും എപ്പോഴും ഗ്ലോബൽ ക്യൂസിനാണ് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എസ്പെഷ്യലി US മാർക്കറ്റ്. ഇന്ന് US മാർക്കറ്റ് ഗ്രീനിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഗ്രീനിൽ തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് അവർക്കും ഹൈലി വോളറ്റൈൽ തന്നെയായിരുന്നു, എന്നാൽ പോലും അവർ ഗ്രീനിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ആൻഡ് ഓപ്പണിംഗ് വാസ് ഫ്യൂച്ചേഴ്സ് ഓപ്പണിംഗ് വാസ് വെരി ഗുഡ് മോഡ്, ഗ്രീൻ മോഡിൽ തന്നെയായിരുന്നു, പോസിറ്റീവ് മോഡിലായിരുന്നു. എന്നിട്ട് പോലും നമ്മളുടെ മാർക്കറ്റ് അവരുടെ ഒപ്പം പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മളുടെ അവിടെ നല്ലൊരു സെൽ ഓഫ് കണ്ടു. സോ എപ്പോഴും നമ്മളുടെ ഡൊമസ്റ്റിക് ന്യൂസും നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇന്ന് ഒരുപാട് പേര് പെട്ടിട്ടുണ്ടാകാം എന്തായാലും. ബിക്കോസ് ഗ്ലോബൽ ക്യൂസ് വെർ വെരി പോസിറ്റീവ് ടുഡേ മോർണിംഗ്. പക്ഷേ ന്യൂസ് എല്ലാത്തിനും ദാറ്റ് ഈസ് മെയിൻ തിങ്. അത് ഡൊമസ്റ്റിക് ആയാലും ശരി, ഇൻ്റർനാഷണൽ ആയാലും ശരി, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് ഈസ് മുഖ്യം. ആൻഡ് India VIX fell by 2.22% today, which is 21.70 നിന്ന് 21.22 ലെവൽസിലേക്ക്. കുഴപ്പമില്ല. സോ നാളെ ഇപ്പോൾ മാർക്കറ്റ് ഒരു പക്ഷേ ഇന്ന് ഇന്നിപ്പോൾ 350 പോയിൻറ്റ്സ് ഓൾമോസ്റ്റ് വീണിട്ട് 150 പോയിൻറ്റ്സ് റീബൗണ്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു മോഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നാളെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് മാർക്കറ്റ് പെരുമാറാം. ഒരു പക്ഷേ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 400 പോയിൻറ്റ്സ് മോർ. സോ അഗെയിൻ കെയർഫുൾ ഗൈസ്. FIISDIISDATA നോക്കുകയാണെങ്കിൽ FIISൻ്റെ ഭാഗത്തു നിന്ന് നെറ്റ് സെൽ ഓഫ് നടന്നിട്ടുള്ളത് 1101-ൻ്റെതാണ്. അതേസമയം DISൻ്റെ ഭാഗത്തു നിന്ന് 749 crores സെൽ ഓഫാണ് നടന്നിട്ടുള്ളത്.
ടെക്നിക്കൽ വ്യൂ പ്രകാരം നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് സോണായിട്ട് കാണുന്നത് 14,700 ലെവലാണ്. ഇന്ന് ആക്ച്വലി വി ടച്ച് 14,745. പിന്നെ അവിടുന്ന് ഒരു റിക്കവറി ഉണ്ടാവുകയായിരുന്നു. സോ 14,700 ലെവൽ ഈസ് ക്രൂഷ്യൽ ഫോർ നിഫ്റ്റി. അതേസമയം ഡെഫിനറ്റ്ലി 15,250, അതായത് 15,000 നമ്മൾ ക്രോസ് ചെയ്ത് കയറുകയാണെങ്കിൽ നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പോൾ അങ്ങനെയുള്ളൊരു ലെവൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ കഴിയുന്നത് 15,050 ആൻഡ് സെക്കൻഡ് ഈസ് 15,100 ആകുന്നു. ഓപ്ഷൻ ചെയിനിൽ നോക്കുമ്പോൾ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500-ലും ആണ്. അതേസമയം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 16,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,500 സ്ട്രൈക്സിലും. ആൻഡ് കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള 15,000-ലും ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,100-ലും ആകുന്നു. പുട്ടിൻ്റെ റൈറ്റിംഗ് 14,500-ലും സെക്കൻഡ് ഈസ് 14,100 സ്ട്രൈക്സിലും ആകുന്നു. ദിസ് ഒരു ഓപ്ഷൻ ഡാറ്റ പ്രകാരം ഒരു നിഫ്റ്റിയുടെ ഒരു വൈഡർ ട്രേഡ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 14,500 to 15,500. ഓക്കെ, ആ ഒരു ലെവലായിരിക്കും നെക്സ്റ്റ്, അതായത് ബിഫോർ എക്സ്പയറി. അതേസമയം ഒരു ഇമ്മീഡിയറ്റ് ട്രേഡിംഗ് റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 14,800 to 15,200. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് സോണായിട്ട് കാണാൻ കഴിയുന്നത് 35,500 ലെവൽ തന്നെയാണ്. അതിൻ്റെ മുകളിൽ നിഫ്റ്റി എന്തായാലും ബാങ്ക് നിഫ്റ്റി എന്തായാലും സസ്റ്റെയിൻ ചെയ്തിരിക്കണം. ആൻഡ് ഫസ്റ്റ് റെസിസ്റ്റൻസ് 36-ലും സെക്കൻഡ് ഈസ് 36,500-ലും ആകുന്നു. അതേസമയം ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ കാണുന്നത് 34,750, സെക്കൻഡ് ഈസ് 34,500 ലെവൽസും ആകുന്നു. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സ്. ഫസ്റ്റ് വൺ ഈസ് IGL, സെക്കൻഡ് ഈസ് ഗുജറാത്ത് ഗ്യാസ്, തേർഡ് ഈസ് ബജാജ് ഫിനാൻസ്, ഫോർത്ത് വൺ ഈസ് ബജാജ് ഫിൻസർവ്, റിലയൻസ്, HDFC ബാങ്ക് ആൻഡ് IDBI ബാങ്ക്. ഫ്രണ്ട്സ്, ഇത് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇതിൽ സ്റ്റോക്ക് എടുക്കാൻ. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ബൈ എടുക്കാം, ഓക്കെ, ഓർ സെല്ലും എടുക്കാം. മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യണം. മാർക്കറ്റ് എങ്ങോട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. So careful guys, ഇത്രമാത്രം ഫ്രണ്ട്സ്. There is nothing more. This is all my personal view. My view may get wrong, so don't follow it just blindly. Consult a financial advisor before you enter the market, or do your own study. And don't forget to subscribe my channel, hit the like button, share it. Money in the ting ting. Happy trading. Take care. Good night.